തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചില സംഭവങ്ങളുണ്ടായല്ലോ. ഞാൻ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, ഓരോരുത്തർക്ക് അതിൻ്റേതായിട്ടുള്ള ന്യായങ്ങളുണ്ടാകും. പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പേരിൽ മാലിന്യം നീക്കം ചെയ്തില്ലെങ്കിൽ ഈ മഴയത്ത് ഡെങ്കി പടരും. പിന്നെ ആരോഗ്യവകുപ്പിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് പല വകുപ്പുകളുടെയും കോർഡിനേഷനാണ്. അതുകൊണ്ടാണ് ഈ എക്സ്പെർട്ട് കമ്മിറ്റി കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രിയെയും കണ്ട് ചർച്ച നടത്തി, ലോക്കൽ ബോഡി മിനിസ്റ്ററെയും കണ്ടവർ ചർച്ച നടത്തി. അപ്പോൾ അന്തരീക്ഷം ശുദ്ധമാവണമെങ്കിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യണ്ടേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു, പൂന്തുറയിൽ മാലിന്യങ്ങൾ കുവിഞ്ഞു കൂടുന്ന ആളുകൾക്ക് പുറത്തിറങ്ങാൻ വയ്യ. ഞാൻ അപ്പം തന്നെ മേയറെ വിളിച്ചു, പെട്ടെന്ന് നീക്കം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം. കലക്ടറോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ മുൻകൈ എടുക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരത്താണ് ഡെങ്കി പടരാനുള്ള ഏറ്റവും വലിയ സാധ്യത എന്നാണ് റിപ്പോർട്ട്, ഞങ്ങൾക്ക് കിട്ടിയിട്ട റിപ്പോർട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഈ കോർപ്പറേഷനിലെ ഇഷ്യൂവിന് വേണ്ടി തമ്മിലടിച്ചാൽ മാലിന്യ സംസ്കരണം നടക്കുമോ? ഞാൻ ഇന്ന് എൻ്റെ മുന്നണിയിൽപ്പെട്ട കൗൺസിലർമാരെ വിളിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും കൗൺസിൽ യോഗം നിങ്ങൾ കലക്കാൻ നിൽക്കരുത്. നിങ്ങളവിടെ ചെന്ന് ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ പറയണം. ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യണം, നീക്കം ചെയ്ത് സംസ്കരിക്കണം, തെരുവുനായ്ക്കളെ പിടിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ രോഗങ്ങളുണ്ടാവും. അവസാനം കുറ്റം ആർക്കാം? കുറ്റം ആരോഗ്യമന്ത്രിക്ക് മാത്രം. ഇപ്പോൾ വിദ്യാലയങ്ങൾ ഒരു ഓർഡർ ഇറക്കിയിരുന്ന കഴിഞ്ഞ സർക്കാർ, നിങ്ങൾ വിദ്യാലയങ്ങളിൽ ഫുഡ് സേഫ്റ്റിക്കാർ വിദ്യാലയങ്ങളിൽ പോകാനോ അവിടുത്തെ കാര്യങ്ങൾ പരിശോധിക്കാനോ പാടില്ല. ഇപ്പോൾ ഷിഗല്ല ബാധിച്ച എങ്ങനെയാണ് വയനാട്? ആ ഒരു LP വിദ്യാലയത്തിലെ കിണറ്റിൽ നോക്കുമ്പോൾ ഫുൾ ബാക്ടീരിയയാണ്. ഇപ്പോൾ ഞങ്ങൾ കൊടുത്തുള്ള നിർദ്ദേശം എന്താ പറയുക, വിദ്യാഭ്യാസ മന്ത്രിയോടും പറഞ്ഞു ഞങ്ങളിന്ന് സഹകരിക്കണം. അദ്ദേഹം സഹകരിക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെല്ലണം, വിദ്യാലയങ്ങളിൽ ചെല്ലണം, ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുമല്ലോ, സാമ്പിളൊക്കെ ഒന്ന് പരിശോധിക്കണം, അവിടുത്തെ കിണറിൽ പരിശോധിക്കണം. എങ്കിലല്ലേ ഇതൊക്കെ തടയാൻ പറ്റൂ. അപ്പോൾ ഞാൻ പറയാം, വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ജലവിഭവ വകുപ്പ്. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഒരു കുപ്പി വെള്ളം കയറ്റി വന്നില്ലേ, ചളി ചീറ്റിയ. ശരിയാണ്, ചളിയാണ്. പക്ഷേ അത് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴും എന്താ അറിയോ, ഈ ജലപീരങ്കിയിലെ തുരുമ്പ അതും പാടില്ല.